നമസ്കാരം, ടാക്കോ ഷോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കാണിക്കാൻ പോകുന്ന ഒരു ഹോളോഗ്രാം എഫക്റ്റ് ആണ്. നമ്മൾ സൈഫൈ ഫിലിംസിലൊക്കെ കണ്ടില്ലേ, വായുവിൻ്റെ അകത്ത്, അതായത് കീബോർഡും വേറെ കമ്പ്യൂട്ടർ ഒന്നും ഉണ്ടാവില്ല, വായുവിൽ നമ്മുടെ ഡിസ്പ്ലേക്ക് തെളിഞ്ഞു വരും. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആയിക്കൊണ്ടൊക്കെ മൂവ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് ഡാവിഞ്ചി റിസോൾട്ടിൽ ഇങ്ങനെ VFX ചെയ്യാന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക് VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് പോകാം. ഞാൻ ആദ്യം തന്നെ ഗ്രീൻ സ്ക്രീൻ ഇട്ട് ഷൂട്ട് ചെയ്ത് വെച്ചൊരു ഫുട്ടേജ് ഉണ്ട്. ഈ ഒരു ഫുട്ടേജാണ് ഇത്. ഞാൻ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ടൈം ലൈനിലേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് എനിക്ക് വേണ്ട ഭാഗം മാത്രം ഒന്ന് സെലക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഏരിയ തൊട്ട് എനിക്ക് മതി. അപ്പോൾ ഇവിടുന്ന് ബാക്കോട്ടേക്ക് ഞാനൊന്ന് ട്രിം ചെയ്ത് ഒഴിവാക്കുകയാണ്. ട്രിമ്മിങ്ങിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഷോർട്ട് കട്ടും കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രൊഫഷണൽ ലെവൽ എഡിറ്റിംഗിൽ എങ്ങനെ എത്താന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തു. അത്യാവശ്യം കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന പോലെ എന്തൊക്കെയോ മാറ്റി വെക്കുന്നത് പോലെയൊക്കെ അവസാനം നിരാശനായി. എന്തോ VPN എന്തോ കിട്ടാത്ത പാവമാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ അവിടെ വെച്ചിട്ട് മുന്നോട്ടുള്ള ഭാഗം ട്രിം ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ ഇത്രയും ഏരിയയാണ് നമുക്ക് വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലേ, സെറ്റാണ്. ഇനി നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവാണ്. നമ്മൾ VFXകളൊക്കെ ചെയ്യുന്നത് ഫ്യൂഷൻ്റെ അകത്താണ്. ഫ്യൂഷൻ എന്ന് പറയുന്നത് കൺഫ്യൂഷൻ വേണ്ട, തല പിരിക്കുകയും വേണ്ട, വളരെ സിമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇനി ഈ ഒരു ക്ലിപ്പാണ് നമ്മുടെ ഫുട്ടേജ്. ഇതിൻ്റെ ഔട്ടാണ്. നമുക്ക് ഇവിടെ 1 എന്ന് പ്രസ് ചെയ്ത് ഈ കോളത്തിൽ കാണാം, 2 എന്ന് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിൽ കാണാം. അങ്ങനെയാണ് ഇവിടെ സെറ്റ് ആവുന്നത്. ഇവിടെ 1 എന്ന് പ്രസ് ചെയ്തു, ഇവിടെ 2 എന്ന് പ്രസ് ചെയ്തു, അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇനി F2 ബട്ടണ് കീബോർഡിൽ പ്രസ് ചെയ്ത് റീനെയിം ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിന് മീ എന്നുള്ളൊരു പേര് കൊടുക്കുകയാണ്. എൻ്റെ ഒരു ഫുട്ടേജ് ആയതുകൊണ്ട് മീ എന്നുള്ളൊരു പേര് കൊടുത്തു. ഓക്കെ, ഇനി എനിക്ക് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫുട്ടേജിൻ്റെ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ഈ ഒരു മെനു ഓപ്പൺ ചെയ്ത് ഇവിടെ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു കിയർ ആഡ് ചെയ്യാണ്. ഡെൽറ്റ കിയർ എന്നുള്ള ഈ ഒരു സംഭവത്തിൽ ഈ ഒരു പച്ച ഭാഗം ഇത് കുറച്ച് മുന്നോട്ടേക്ക് നീക്കുക. എവിടെയാണ് ഇൻസ്പെക്ടറിൻ്റെ അകത്ത് കേട്ടോ. ഡെൽറ്റയിൽ ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ടറിൽ വരിക, ഈ പച്ച കുറച്ച് മുന്നോട്ടേക്ക് നീക്കി വയ്ക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ മെയ്റ്റിൻ്റെ അകത്ത് വന്നിട്ട് ത്രഷോൾഡും കൂടെ കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും. ഓക്കെ അല്ലേ. നിങ്ങൾക്ക് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ചിലപ്പം ഈ കീൻ്റെ അകത്ത് ഇത്തിരി നീലയൊക്കെ വരും, പച്ചൻ്റെ അകത്ത്, അതും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നോർമൽ വേർഷനിലാണ്. ഇനി സ്റ്റുഡിയോ വേർഷൻ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവർ ഉണ്ട്. ഷിഫ്റ്റ് സ്പേസ് അടിക്കുക, 3D കിയർ എന്നാണ് അതിൻ്റെ പേര്. 3D കിയർ എന്ന് വെച്ചാൽ 3D കിയർ. ഇത് വെച്ച് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് വേണ്ടാത്ത ഭാഗങ്ങൾ ഒഴിവാക്കാൻ പറ്റും. കണ്ടോ. ഓക്കെ, ഏത് കളറാണോ ഡ്രാഗ് ആവുന്നത് അത് റിമൂവ് ആയിട്ട് പോയി. ഇനി എനിക്ക് ഇവിടെ കുറച്ച് നടുവിലുണ്ടല്ലേ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പച്ച ബട്ടൺ കണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവലിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാമെന്ന് കണ്ടു നോക്കട്ടെ. 5 ടൈപ്പിൽ ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യാനുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടെ കുറച്ചുകൂടി മയമുണ്ടെങ്കിൽ ആ പ്ലസ് ബട്ടൺ തന്നെ ക്ലിക്ക് ചെയ്ത് ഒന്നും കൂടി മായ്ക്കുക. ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ കയറി പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഡിലീറ്റ് സ്റ്റോപ്പ് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റായിട്ട് മയഞ്ഞു പോകാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഡെസ്പിൽ കുറച്ച് മുന്നോട്ടേക്ക് ഫുള്ളായിട്ട് നീക്കിയിട്ടാൽ ആ ഒരു പച്ച കളർ ബാക്ക്ഗ്രൗണ്ടിലുണ്ടെങ്കിൽ ഒക്കെ പോയിക്കോളൂ കേട്ടോ. സെറ്റല്ലേ. ഇനി ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് നോഡിനെ എവിടേക്ക് ആഡ് ചെയ്യാണ്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മെർജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ഇതിലൊരു മാസ്ക് ഇടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ. ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ടിൻ്റെ അവിടെ ആൽഫ ചാനലുണ്ട്, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടോ. ആൽഫ ചാനൽ 0ലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഒരു റീസൈസ് നോഡിനെ ആഡ് ചെയ്യാണ്. റീസൈസ് എന്ന് പറഞ്ഞ നോഡിനെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ റെസൊല്യൂഷൻ 1920 1080 920 ടാബ് 1080 ഇല്ലെങ്കിൽ 4K റെസൊല്യൂഷൻ. നിങ്ങൾക്ക് ഏത് റെസൊല്യൂഷനിലാണോ വീഡിയോ ചെയ്യുന്നത് ആ റെസൊല്യൂഷനിലേക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിനെ മാറ്റാം കേട്ടോ. കാരണം ഈ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ട് 1080x1090 എന്നുള്ള ആ റെസൊല്യൂഷനിലായി നമ്മൾ നേരെ തിരിച്ചിട്ടു കേട്ടോ. 1090x1080 എന്നാക്കി. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വൈഡ് സ്ക്രീനിലുള്ള സീന് കിട്ടുക. ഓക്കെ, ഇനി ഞാൻ ഈ റീസൈസിൽ നിന്ന് ഈ ഡെൽറ്റ കെയറിൻ്റെ എൻഡിലേക്ക് ഇവിടേക്ക് ഒരു കണക്ഷന് പൈപ്പ് ലൈൻ വലിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ പൈപ്പ് ഇങ്ങനെ ക്രോസിലല്ല നേരെയാണ് വേണ്ടതെങ്കിൽ ഓപ്ഷൻ വന്നിട്ട് ഓർത്തോഗണൽ പൈപ്പ് കൊടുത്താൽ കേട്ടോ. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻ എടുക്കുക, അതിൻ്റെ ഓർത്തോഗണൽ പൈപ്പ് കൊടുത്താൽ ഇതേ മോഡലിൽ കിട്ടും കേട്ടോ. ഇതെന്നോട് കുറച്ചൊരു സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് പറയുന്നത്. ഓക്കെ, ഇത്രയും സെറ്റായി. ഇപ്പം നമ്മുടെ പച്ച കണക്ടറിൻ്റെ അകത്താണ് ബാക്ക്ഗ്രൗണ്ട് കണക്ട് ആയിരിക്കുന്നത്. അതുപോലെ ഫോർഗ്രൗണ്ട് എൻ്റെ വീഡിയോ കണക്ട് ആയിരിക്കുന്നത് മഞ്ഞയാണ്. ഇങ്ങനെ വരാൻ പാടില്ല. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും മഞ്ഞ കണക്ടറിലും ഫോർഗ്രൗണ്ട് പച്ച കണക്ടറിലും കണക്ട് ആവണം. ഓക്കെ അല്ലേ. അത് ഇതിൻ്റെ ബേസിക് ആണ്. അത് തെറ്റിപ്പോയാൽ മൊത്തം തെറ്റിപ്പോകും. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഈ ഒരു നോഡിൽ മെർജ് നോഡിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക, കമാൻഡ് ടി ആണ് ഷോർട്ട് കട്ട്. ഓക്കെ അല്ലേ. ഇപ്പോൾ കണ്ടോ റെസൊല്യൂഷൻ മാറി 1920 1080 ഉള്ള റെസൊല്യൂഷനിൽ വൈഡായി. ഇപ്പോൾ പക്ഷേ എൻ്റെ ഈ ഒരു വീഡിയോ എന്തായി, ഇത്തിരി ഇതിൻ്റെ അകത്ത് കൊള്ളാത്ത പോലെ ചെറുതായി പോയില്ലേ. അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക,
ഈ ഡെൽറ്റ കീയർ അല്ലെ 3D കീയർ ആഡ് ചെയ്തതിന് ശേഷം ഇവിടേക്ക് ഒരു ട്രാൻസ്ഫോം എന്ന് പറഞ്ഞ നോഡിനെ ആഡ് ചെയ്യുക. ഇത് നമുക്ക് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനും ആസ്പെക്ട് റേഷ്യോ ആംഗിളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവമാണ്. ഓക്കെ, അതിനെത്തി ചെറുതാക്കിയിട്ട് ഞാനൊരു ഓൾമോസ്റ്റ് ഒരു പാകത്തിൽ വെച്ചു. ബാക്കി നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ സൈസൊക്കെ ഒന്ന് മാറിയപ്പോൾ ഇവിടെ ഫിറ്റ് അല്ലാതെ ചെറുതായി പോയത്. ഫിറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഫിറ്റ് കൊടുക്കുക. ഓക്കെ അല്ലേ, ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് എന്നുള്ളത് കൺഫേം ആക്കണേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് എൻ്റെ ഈ ഒരു വർക്ക് ഫുള്ള് കഴിഞ്ഞു. ഇനി ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഫോർഗ്രൗണ്ടിൽ എൻ്റെ ടേബിൾ, അതിൻ്റെ മുകളിൽ ഹോളോഗ്രാം ആഡ് ചെയ്യണം. ഇത്രേ ചെയ്യാനുള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇത്രയും പേരെ വർക്ക് കഴിഞ്ഞു എന്ന് തന്നെ കൂട്ടാം. അപ്പോൾ ഇവർ ഞാനൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുകയാണ്, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും എന്നെ ചാറ്റ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ആഡ് ചെയ്ത് വെച്ച ഫോട്ടോസ് ഉണ്ട്. ആ മീഡിയ പൂൾ ഓൺ ചെയ്യുക. അതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഒരു 2 ടേബിൾസ് ഉണ്ട്. ഒന്ന് എൻ്റെ ഫ്രണ്ടിലും ഒന്ന് എൻ്റെ ബാക്കിലുമാണ് വരുന്നത്. ഓക്കെ അല്ലേ, അപ്പോൾ ഈ എൻ്റെ ഫ്രണ്ടിലേക്ക് വരുന്ന ടേബിളിനെ ഞാൻ ഇവിടേക്ക് ആഡ് ചെയ്തേ. ഈ ഒരു ടേബിളിൻ്റെ മുകളിലാണ് ഞാൻ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു ഫുട്ടേജ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. നോക്കുക, ഇതെൻ്റെ ഫ്രണ്ടിലായിട്ടാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു ഫുട്ടേജിനെ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ലാസ്റ്റ് വന്ന മെർജില്ലേ, ഔട്ട്പുട്ടിന് തൊട്ട് മുന്നേ വന്ന മെർജിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ എന്തായി, വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഇവൻ എൻ്റെ ഫ്രണ്ടിലും ഇതെൻ്റെ ബാക്കിലും. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. ഇനി ഈ ഒരു മെഷീനാണ് ഫോർഗ്രൗണ്ട്. അപ്പോൾ കറക്റ്റാണ്, പച്ചയും മഞ്ഞയും കണക്റ്റായി കറക്റ്റാണ് അല്ലേ. അപ്പോൾ ആ ഏരിയയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അവരെയും ഞാനൊന്ന് ഇവിടേക്ക് മാറ്റി വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു പോകുന്നു. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും തെറ്റ് വരാൻ ചാൻസ് ഇല്ല, മാറിപ്പോവില്ല കേട്ടോ. ഇനി എനിക്ക് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. എനിക്ക് മെർജിൽ അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷേ മെർജിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീഡിയയിലില്ലേ, അതായത് ഈ ഒരു ഫുട്ടേജിൻ്റെ ആ ഒരു നോഡ് ക്ലിക്ക് ചെയ്തിട്ട് അവിടേക്ക് ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ വലിപ്പം വേണമെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്യാം, അതിൻ്റെ സൈസും വേണമെങ്കിൽ ഇത്തിരി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് നോക്കുക. ഈ ഒരു ഹൈറ്റിലാണല്ലേ വരുന്നത്. അപ്പോൾ ആ ഹൈറ്റിലേക്ക് ഒന്ന് സെറ്റാക്കി നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ടൈപ്പിലേക്ക് സെറ്റാക്കി വെക്കാം അല്ലേ. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഹോളോഗ്രാം പൊങ്ങി വരണം അല്ലേ. അപ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, ഹോളോഗ്രാമാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോളോഗ്രാമിൻ്റെ ഒരു ഫോട്ടോയും നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഇതൊക്കെ ഗൂഗിളിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും കേട്ടോ. അതൊക്കെ വീഡിയോസ് ആയിട്ടും ഫ്രീ ഫുട്ടേജുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ തന്നെ ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടെ സ്പീഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വന്ന മെർജ് കഴിഞ്ഞ ശേഷം ഇവനെ ഹോളോഗ്രാമിൻ്റെ ഒരു ഫോട്ടോ അല്ലേ, അപ്പോൾ HL എന്നുള്ള പേര് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഔട്ടിൽ ഈ ലാസ്റ്റ് വന്ന മെർജിലേക്ക് ഒരു കണക്ഷൻ കൊടുക്കുകയാണ്. ഒന്നും കൺഫ്യൂഷൻ ഇല്ലല്ലോ. വീണ്ടും ഇതേപോലെ ഒരു മെർജ് അപ്പിയർ ആവും. അത് മേലോട്ട് വെച്ച് ഞാൻ ഹോളോഗ്രാമിന് താഴേക്ക് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഹോളോഗ്രാം എവിടെയാണ് വന്നത്, നമ്മുടെ ഫ്രണ്ടിലാണ് വന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അങ്ങനെ കട്ട് ചെയ്താൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ മെർജിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോർമൽ കാണാൻ പറ്റും, അപ്ലൈ മോഡ്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ വേറൊരു സ്റ്റൈലിലേക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് കൂടി വരുന്ന സമയത്ത് നല്ല വൃത്തിയാവും കേട്ടോ. ഇനി ഇതിൻ്റെ ബ്ലെൻഡിങ് മോഡ് വേണമെങ്കിൽ ഇത്തിരി കുറച്ച് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ടൈപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി ഇങ്ങനെയല്ല, ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ലൂമ എന്ന് പറഞ്ഞൊരു കിയർ ഉണ്ട്. ലൂമ കിയറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ലൂമ കിയർ ആഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാലും ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബ്ലെൻഡിങ് വേണമെങ്കിൽ കുറച്ചുകൂടെ കയറ്റിയിടാം. സൈഡൊക്കെ കട്ടായി പോയതാണ്ടോ. ലൂമേൻ്റെ അത് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭംഗിയുള്ള രീതിയിൽ ഔട്ടൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതേപോലെ കുറച്ചുകൂടെ കാണണമെങ്കിൽ അത് ഈ ഒരു കോൺട്രാസ്റ്റ് കൂട്ടിയാൽ മതി. അതുപോലെ ഗാമയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഗാമ ബാക്കോട്ട് വലിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം മാക്സിമം പോയിക്കോളൂ കേട്ടോ. എന്നിട്ട് നല്ലൊരു ഹോളോഗ്രാം, ഇപ്പോൾ ഒരു ഹോളോഗ്രാം എഫക്റ്റ് കിട്ടിയെന്ന് തോന്നുന്നു അല്ലേ. ഇനി നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൂടെ വേണം അല്ലേ. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഇമേജിനെ അവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് അതിനെ വലിച്ചിട്ട് ഈ ലാസ്റ്റ് വന്ന മെർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് ഇവിടെ, ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ടും ആയില്ലേ. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ഈ മെർജിൽ ക്ലിക്ക് ചെയ്യുക, അതായത് ലാസ്റ്റ് കണക്ട് ആയ മെർജിൽ ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ഇൻപുട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഫോർഗ്രൗണ്ടായി, ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടായി. പിന്നെ ഒരു പ്രശ്നമുണ്ട്, റെസൊല്യൂഷൻ മാറിപ്പോയില്ലേ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയാം, ഈ മീഡിയൻ്റെ റെസൊല്യൂഷൻ ഏതാണ് ഇതാക്കണ്ടോ, ഈ ഒരു റെസൊല്യൂഷനാണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടേക്ക് റീസൈസ് നോഡിനെ വീണ്ടും ആഡ് ചെയ്യണം അല്ലേ. റീസൈസ് എന്ന് പറഞ്ഞ നോഡിനെ ആഡ് ചെയ്യുക. അപ്പോൾ 1090 1080 തിരിഞ്ഞാണ് വന്നത്. കാരണം എന്താണെന്നറിയോ, ഈ ഒരു ക്ലിപ്പിൽ നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ഈ ക്ലിപ്പിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റീസൈസ് ഇനി എല്ലാത്തിലും വരിക. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. 1920 ടാബ് 1080. ഇനി ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇവിടെ റീസൈസ് ഇല്ല, ഈ റീസൈസിന് നമുക്ക് കോപ്പി ചെയ്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. എങ്ങനെയാണ്, കമാൻഡ് C കമാൻഡ് V അടിച്ച് കഴിഞ്ഞാൽ ഈ റെസൊല്യൂഷൻ തന്നെ ഇവിടേക്ക് പേസ്റ്റ് ആവും.
ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ സെറ്റല്ലേ. ഇനി നിങ്ങൾക്ക് ഈ ടേബിളൊക്കെ ഇവിടേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ആഡ് ചെയ്യണം? എൻ്റെ ബാക്കിലായിട്ട് വരണം, അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് വരണം, ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുന്നിലായിട്ടൊക്കെ വരണം അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് എവിടെയാണോ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുക ആ ഒരു മെർജിൽ നോക്കിയിട്ട് കണക്ട് ചെയ്ത് കൊടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാപ്പ് കൊടുക്കുക, കമാൻഡ് ഇട്ട് കേട്ടോ. അപ്പോൾ കണ്ട എൻ്റെ ബാക്കിലും ഇതിൻ്റെയൊക്കെ മുന്നിലുമായിട്ട് അത് എവിടെയാണോ ആ നോഡ് വരുന്നത് അങ്ങനെ നോഡുകൾ നോക്കിയിട്ട് ഇതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നേ ഉള്ളൂ. ഞാൻ അവിടേക്ക് ട്രാൻസ്ഫോം കൂടെ കൊടുത്ത് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഒരു രസമാണല്ലേ ഈ ടേബിളൊക്കെ അവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗി വരുന്നുണ്ട് അല്ലേ, ഒരു സൈഫൈ ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. കണ്ടോ ഞാനിപ്പോൾ കറക്റ്റ് ആ ഒരു മെഷീൻ്റെ ഉള്ളിലായിട്ട് ഇരിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടിയില്ലേ. അപ്പോൾ നമ്മുടെ സീനിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് മൊത്തം കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഹോളോഗ്രാം പൊങ്ങി വരുന്ന ഒരു എഫക്റ്റും അതിൻ്റെ അകത്ത് സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കൈകൊണ്ട് നീക്കുന്നതും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അപ്പിയർ ആയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബാക്കോട്ടേക്ക് വന്നിട്ട് ഞാനിവിടെ കൈകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നൊരു സീൻ കണ്ടോ. ടാപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഹോളോഗ്രാം പൊങ്ങി വന്നാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുക? ആ ഒരു ഫ്രെയിമിൻ്റെ അകത്തേക്ക് ഹെഡർ, ഈ ചുവന്ന ഹെഡർ ഇല്ലേ ഇവിടെ കൊണ്ടുവെക്കുക. അത് എത്രാമത്തെ ഫ്രെയിമാണെന്നറിയോ? 758ാമത്തെ ഫ്രെയിമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇനി ഹോളോഗ്രാമിൻ്റെ നമ്മൾ HL ചെയ്തിട്ടുണ്ട്. ഹോളോഗ്രാമിന് ട്രാൻസ്ഫോം പോയിന്റ് ഉണ്ട് അല്ലേ. ഈ ട്രാൻസ്ഫോം പോയിന്റിൻ്റെ പിവോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇവിടെ. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് പിവോട്ട് കണ്ടോ. ഈ പിവോട്ടിൻ്റെ പൊസിഷൻ ഞാൻ ഇവിടുന്ന് മാറ്റുകയാണ് കണ്ടോ. പിവോട്ടിൻ്റെ പൊസിഷൻ ഞാൻ ഈ ഒരു താഴേക്ക് കൊണ്ടുവെക്കുകയാണ്. എനിക്ക് മാനുവലി പിവോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് പിവോട്ടിനെ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഈ ഒരു കുത്തിൻ്റെ പോയിന്റിലേക്ക് ഇവിടെ നിന്നാണ് ഇനി കൺട്രോൾസ് ഒക്കെ വരിക. എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. ഞാൻ ഇത് കറക്കുന്ന സമയത്ത് കണ്ടോ അവിടെയാണ് മിഡ് പോയിന്റ് ആയിട്ട് വരിക. അതാണ് പിവോട്ടിൻ്റെ ഉദ്ദേശം. ഓക്കെ അല്ലേ. അപ്പോൾ ആ പിവറ്റ് നമ്മൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ ഒരു ഫ്രെയിമിൽ നമുക്കൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യണം. അത് ഞാൻ ഇതിൻ്റെ സൈസ് ഇത്തിരി കുറയ്ക്കുകയാണ്. സൈസ് ഞാനിങ്ങനെ കുറച്ചിട്ട് ഇങ്ങനെ 0ലേക്ക് കൊണ്ടുവന്നു. 0ൽ വന്ന ശേഷം ഇവിടെ ഞാനൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു കണ്ടോ. ഒരു റെഡ് കളറിൽ ഇവിടെ കുത്ത് വന്നുണ്ടോ. കീ ഫ്രെയിം അപ്ലൈ ചെയ്ത വേർഡാണ്. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് സൈസിൽ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്തു. ട്രാൻസ്ഫോമിൻ്റെ കേട്ടോ. ഏതാണ്? ഹോളോഗ്രാമിൻ്റെ ട്രാൻസ്ഫോമിൽ. ഓക്കെ, അത് സെറ്റല്ലേ. മാറിപ്പോന്നും കൺഫ്യൂഷൻ ഒന്നും വരുന്നില്ലല്ലോ. ഓക്കെ, ഇനി 1 2 ഫ്രെയിമുകൾ, ഒരു ഫ്രെയിം 2 ഫ്രെയിം മുന്നോട്ടേക്ക് നീക്കുക. നമുക്ക് എത്രത്തോളം സ്ലോയിലാണോ എത്രത്തോളം ഫാസ്റ്റിലാണോ വരേണ്ടത് അതിനനുസരിച്ച് വെക്കുക കേട്ടോ. ഫാസ്റ്റ് ആയിട്ട് വരണമെങ്കിൽ 1 2 ഫ്രെയിം ഇടുക. സ്ലോ ആയിട്ടാണ് വരുന്നതെങ്കിൽ കൂടുതൽ ഫ്രെയിംസ് മുന്നോട്ടേക്ക് നീക്കി വെക്കുക. ഓക്കെ അല്ലേ. പ്ലേ ഹെഡർ 2 ഫ്രെയിം ഞാൻ മുന്നോട്ടേക്ക് നീക്കി വെച്ചു. എന്നിട്ട് ആ സൈസിനൊന്ന് കൂട്ടുകയാണേ. ഇത്രയും മതി എന്ന് കരുതുക അല്ലേ. എവിടെയാണോ നമുക്ക് ഫ്രെയിം നിൽക്കേണ്ടത് ഈ ഒരു വലിപ്പത്തിലാണ് നിൽക്കേണ്ടതെങ്കിൽ അവിടെ വെച്ച ശേഷം റിലീസ് ചെയ്യുക. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കീ ഫ്രെയിം അപ്ലൈ ആയിട്ട് കാണാൻ പറ്റും. ഇനി നമ്മൾ ഇത്തിരി ബാക്കോട്ട് വെച്ചിട്ട് ആദ്യത്തെ കീ ഫ്രെയിമിൻ്റെ ബാക്കോട്ട് വെച്ചിട്ട് ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. കണ്ടോ ഹോളോഗ്രാം ജമ്പ് ചെയ്ത് വന്നു അല്ലേ. അവിടെ നിന്ന് പൊങ്ങിങ്ങനെ വന്നു. ഓക്കെ അല്ലേ. ആ ഒരു സെറ്റിങ്സ് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് എഫക്റ്റ് കഴിഞ്ഞു. ഞാൻ ക്ലിക്ക് ചെയ്ത് ഹോളോഗ്രാം ഓൺ ചെയ്തു. ഇവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ആ ടൈപ്പ് ചെയ്യുന്ന സംഭവം ഇവിടെ വരണം അല്ലേ. ഒന്നെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊണ്ടുവരാം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചർ പൊന്തി വരുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാണിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? തൽക്കാലം ഞാനിവിടെ ഒരു സ്പീഡായിട്ട് കാണിക്കുകയാണ്. ഈ ഒരു സ്ക്രീനാണ് വരേണ്ടത്. അതിന് ഞാൻ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. മീഡിയ പ്ലേ ഓഫ് ചെയ്യട്ടെ. എന്നിട്ട് അതിൽ നിന്നൊരു പൈപ്പ് ലൈൻ വലിച്ചിട്ട് ലാസ്റ്റ് മെർജിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഏറ്റവും പുറത്തായിട്ടാണ് വരിക അല്ലേ. എന്നിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കണം. അതിന് മുന്നേ എന്ത് ചെയ്യണം? ഇവിടേക്ക് ഈ ഒരു മെർജിനെ ഞാൻ മേലോട്ടേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. നിങ്ങൾ അതുപോലെ തന്നെ വെക്കുക. മീഡിയം താഴേക്ക് വെച്ചിട്ട് ഫസ്റ്റ് എന്നൊരു പേര് കൊടുക്കണം. ഫസ്റ്റ് അപ്പിയർ ആകുന്ന ഇതായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പേരാണെങ്കിലും കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് എന്നൊരു പേര് കൊടുത്തു. അവിടേക്ക് ഒരു ലൂമ കിയർ ആഡ് ചെയ്യാണ്. ലൂമ കിയറിനെ ആഡ് ചെയ്തു. ഇപ്പോൾ കണ്ടോ കുറച്ച് ഒരു എഫക്റ്റ് വന്നു അല്ലേ. ഒരു ഇനി അതിൻ്റെ എത്രത്തോളം ലൂമ അപ്ലൈ ആവണം എന്നുള്ളത് നമുക്കിവിടെ തീരുമാനിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാമിങ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിന് സൈസ് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ട്രാൻസ്ഫോം നോഡ് അവിടേക്ക് ആഡ് ചെയ്തു. ഇപ്പോൾ എല്ലാ നോഡുകളെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഇല്ലെങ്കിൽ ബേസിക് ഒന്ന് കണ്ടു നോക്കുക. ബേസിക്കിൻ്റെ അകത്ത് എല്ലാ നോഡുകളെയും വിശദമായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിങ്ങനെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇനി ഈ ട്രാൻസ്ഫോമിന് നമ്മൾക്കൊരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എവിടെയാണ് ഏകദേശം ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്ന ഇവിടെ വെച്ചാണ് അത് അപ്പിയർ ആയി വരേണ്ടത് അല്ലേ. അങ്ങനെ തൊട്ട് മുന്നുള്ള സീനിൽ കൊണ്ടുവച്ച ശേഷം എന്ത് ചെയ്യുക? ഇവിടെ സൈസ് ഒന്നെങ്കിൽ 0ലേക്ക് കൊടുക്കാം. എന്നിട്ട് അവിടെ കീ ഫ്രെയിം അപ്ലൈ ചെയ്യാം. എന്നിട്ട് 1 2 ഫ്രെയിമുകൾ മുന്നോട്ടേക്ക് വെക്കുക. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. കണ്ടോ ഇതിൻ്റെ അകത്ത് എവിടെയാണോ ഫിറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു രീതിയിലേക്ക് കൊണ്ടുവെക്കാം. അവിടെ കീ ഫ്രെയിം ഓട്ടോമാറ്റിക്കലി അപ്ലൈ ആയിട്ടുണ്ടാകും. ഇവിടെയാണ് ചെയ്യുക കേട്ടോ. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. ഹോളോഗ്രാം വന്നു.
ആ ഒരു സംഭവം വന്നു. ഇനി നമുക്ക് ഈ ചെയ്ത് വെച്ച ഇത്രയും കൂടെ അറേഞ്ച് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇത്തിരി ടൈമിംഗ് ഒക്കെ തെറ്റിപ്പോയി തോന്നുകയാണെങ്കിൽ ഇവിടെ ഒരു കീ ഫ്രെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് ഇവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു എക്സ്പാൻഡ് ചെയ്യുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഇതിലൊന്ന് ട്രാൻസ്ഫോമിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ തിരിച്ചു നോക്കിയാൽ ട്രാൻസ്ഫോമിന് മാത്രം വേറൊരു ബ്ലാക്ക് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാകണ്ട, ഇതാണ് ലാസ്റ്റ് ട്രാൻസ്ഫോം ആയതുകൊണ്ടാണ് അങ്ങനെ കാണാൻ പറ്റാത്തത്. അതിന് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് അവിടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താ ചെറിയ എറർ പോലെ കിടക്കുന്നുണ്ട്. അത് കുറച്ചുകൂടെ മേലോട്ടേക്കാണെങ്കിൽ കറക്റ്റായിട്ട് ചെയ്യാമായിരുന്നില്ലേ. ഇനി ഈ 2 കീ ഫ്രെയിമിനാണ് എനിക്ക് ഇവിടുന്ന് മാറ്റേണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിനെ വലിക്കുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് കുറച്ച് മുന്നോട്ടേക്ക് വെക്കുക. ഞാൻ നോക്കുന്ന സമയത്തേക്കാണ് വരേണ്ടതെങ്കിൽ ഇതൊരു ചെറിയ ടൈം ലൈൻ തന്നെയാണ് കേട്ടോ. ഞാൻ നോക്കുന്ന ആ സമയമാകുമ്പോഴേക്ക് വരണം അല്ലേ. അപ്പം നോക്കുന്ന സമയം എവിടെയാണിതാ, എവിടേക്ക് നോക്കുന്ന ആ ഒരു സമയത്ത് അത് പൊങ്ങി വരികയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും അല്ലേ. കീ ഫ്രെയിമുകൾ എന്ത് ചെയ്യുക, ബാക്കോട്ടേക്ക് വലിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക. അവിടെ കാണാൻ പറ്റില്ല അല്ലേ. ഞാൻ ഇവിടെ ഒന്നുകൂടി കാണിച്ചു തരാം. ഈ ട്രാൻസ്ഫോമിൽ നോക്കിയോ, കാണിക്കാൻ വേണ്ടിയാണ്. ഇത് രണ്ടും സെലക്ട് ചെയ്യുക, ഇതേപോലെ ഇങ്ങനെ മൂവ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പോൾ സമയം അഡ്ജസ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുകയാണേ. വന്നു താഴത്തുള്ള കീ ഫ്രെയിം ഞാൻ മേലോട്ടേക്ക് നോക്കുന്ന സമയത്ത് തന്നെ ഒരു സംഭവം അപ്പിയർ ആയിട്ട് വന്നു, കണ്ടോ. അപ്പോൾ നല്ലൊരു ലുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇതിന് പകരം എനിക്ക് ടെക്സ്റ്റ് ആണ് വേണ്ടതെങ്കിലോ, ഇവിടുന്ന് ഒരു ടെക്സ്റ്റിനെ വലിക്കുക, ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് ഒരു മെർജ് വന്നിട്ടുണ്ടാവും, മെർജിനെ മേലോട്ടേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക. തെറ്റിപ്പോതിരിക്കാനാണ്, അല്ലാണ്ട് അതിന് ഒരു പ്രാധാന്യമില്ല കേട്ടോ. അറേഞ്ച് ചെയ്ത് വെക്കുന്നതിന് ഇവിടെ ഞാൻ എന്തെങ്കിലും ഡാർക്ക് വോൾഫ് എന്ന് ടൈപ്പ് ചെയ്തു, അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ബേസിക് നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതിൻ്റെ കളറൊക്കെ ഇത്തിരി കൂടി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ബ്ലൂയിഷ് കളറിലേക്ക് കൊണ്ടുവരിക. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇത്തിരി ഒരു ബ്ലൂയിഷ് ഈ ഒരു കളറിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കണം അല്ലേ. ഷെയ്ഡറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒപ്പാസിറ്റി കാണാൻ പറ്റും, ഇത്തിരി ഒപ്പാസിറ്റി കുറയ്ക്കാം. ഓക്കെ അല്ലേ. ഡാർക്ക് വോൾഫ് എന്നുള്ളത് സംഭവം കിട്ടി. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. ഇനി ടെക്സ്റ്റിൻ്റെ അകത്ത് എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഇതിൽ നോക്കി ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അറേഞ്ച് ചെയ്തിട്ട് വെക്കാവുന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആ ഡാർക്ക് വോൾഫിന് ടൈമർ സെറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഡാർക്ക് വോൾഫിൽ ഞാൻ വീണ്ടും ഒരു ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ 0ൽ കൊണ്ടുവയ്ക്കുക, ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് വോൾഫ് എന്നുള്ള ഇത് ഇങ്ങനെ വരും. ഇനി ഇത് എഴുതുന്ന പോലെയൊക്കെ ആയി വരണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അത് പറയുന്നില്ല. ഞാൻ വേറൊരു വീഡിയോ ചെയ്ത് തരുന്നുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് തരാം കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കിയതാ. അപ്പോൾ ആ ഒരു ഇത് വന്നു. വീണ്ടും ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ഡാർക്ക് വോൾഫ് എന്നുള്ള സംഭവം തെളിഞ്ഞു വന്നു. ഇപ്പം ഞാൻ കൈകൊണ്ട് അങ്ങോട്ടേക്ക് നീക്കി വെക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു ടൈമിൽ കൈകൊണ്ട് എനിക്ക് തൊടുന്ന ഈ ഒരു ടൈം തൊട്ട് അങ്ങോട്ടേക്ക് നീക്കി വെക്കണം. അപ്പോൾ വീണ്ടും ട്രാൻസ്ഫോമിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഒരു സെൻറ്റർ പോയിൻറ്റിൻ്റെ അകത്ത് ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഓക്കെ അല്ലേ. സെൻറ്റർ പോയിൻറ്റിൻ്റെ അകത്ത് കേട്ടോ. ഏതിൻ്റെയാണ്, ടെക്സ്റ്റിൻ്റെ. അപ്പോൾ കുറച്ചും കൂടെ മുന്നോട്ടേക്ക് മൂവ് ആയിട്ട് ഇത്രയും നീക്കുമ്പോഴേക്ക് അപ്പുറത്തെത്തി പോകണം അല്ലേ, ആ സൈഡിൽ. അപ്പോൾ എന്ത് ചെയ്യാം, അവിടേക്ക് ആ ട്രാൻസ്ഫോമിന് എങ്ങനെ വെറുതെ ഡ്രാഗ് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലേ. അപ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഒരു കീ ഫ്രെയിം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അത് നോക്കിക്കോ, പുറത്ത് എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. ഈ മാർക്കൊക്കെ കാണാതെ ആണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഞാനിപ്പോൾ കൈ മൂവ് ചെയ്യുന്ന അതേപോലെ ഒന്നുമല്ല ആ ഡാർക്ക് വോൾഫ് മൂവ് ആകുന്നത്. അതിന് ഇഷ്ടമുള്ള പോലെ ഏകദേശം റെഡിയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കൈ ഞാനിങ്ങനെ ഉന്തി വിടും പോലെ അത് ഫ്ലോയിലായിട്ട് പോവാണ്. പക്ഷേ എൻ്റെ കൈ ചലിക്കുമ്പോൾ തന്നെ ഒരു വസ്തു ചലിക്കണം എന്നുണ്ടെങ്കിൽ അത് എനിക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ട്രാക്കറാണ് ഉപയോഗിക്കുന്നത്. അതും കൂടെ ജസ്റ്റ് ഇതിനകത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഞാനിപ്പോൾ ഒരു ബോളിനെ ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അതിന് ഞാൻ ഈ ലാസ്റ്റ് മെർജിൻ്റെ ഔട്ടിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പുതിയൊരു മെർജ് കിട്ടും അല്ലേ. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ട്രാൻസ്ഫോം നോഡിനെ ആഡ് ചെയ്തിട്ട് സൈസൊക്കെ ഒന്ന് കുറച്ച് ചെറുതാക്കിയിട്ട്, ഞാൻ ഈ ഒരു സീൻ കണ്ടത്, ഞാൻ മുകളിൽ നിന്ന് എന്തോ ഒരു സംഭവം വലിച്ചിട്ട് താഴേക്ക് വെക്കുന്നൊരു സീനാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ ആ ബോൾ വലിച്ച് താഴോട്ട് കൊണ്ടുവരുന്നത് എൻ്റെ കൈൻ്റെ കൂടെ തന്നെ വരണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയോ, ഈ ഒരു പൊസിഷന് സെറ്റാക്കുക. ആ പൊസിഷനിലേക്ക് ആ ബോളിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ നിന്നാണ് എനിക്ക് ആ ബോളിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. മാത്രമല്ല ബോളിന് ഇത്ര കളറൊന്നും വേണ്ടല്ലേ. അപ്പം മെർജിൻ്റെ അകത്ത് വരിക, ഏത് ആ ബോൾ കണക്റ്റ് ആയേക്കുന്ന മെർജിൻ്റെ അകത്ത് വരിക, അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് കുറച്ച് ബാക്കോട്ടേക്ക് വലിക്കുക. കണ്ടോ, ഒരു കളർ വ്യത്യാസം വന്ന് ആ ഒരു ടൈപ്പ് കിട്ടി. ഒരു ബ്ലൂ ടൈപ്പ് തന്നെ ആണെങ്കിൽ കുറച്ചുകൂടി രസം ഉണ്ടാവുമായിരുന്നു. ട്രാൻസ്ഫോമിന് വന്ന് ഇത്തിരി കൂടെ സൈസ് കുറയ്ക്കട്ടെ, ആ ടൈപ്പിലാക്കിയേ. ഇത് ഞാൻ കൈ താഴോട്ടാക്കുമ്പോൾ കൈൻ്റെ കൂടെ തന്നെ താഴേക്ക് വരണം. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇപ്പോൾ എൻ്റെ കൈനൊന്ന് ട്രാക്ക് ചെയ്യണം. നേരെ ഷിഫ്റ്റ് കമാൻഡ് പിടിച്ച് ഇങ്ങോട്ടേക്ക് വലിച്ചാൽ ഷിഫ്റ്റ് കൺട്രോൾ ആയിരിക്കും വിൻഡോസിൽ. മീ എന്നുള്ള ഈ ഒരു പോയിൻ്റ് ഉണ്ടോ, ഈ മീ എന്നുള്ള പോയിൻ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഫുട്ടേജ് ഇട്ട് അതിൽ ഷിഫ്റ്റ് സ്പേസ് അടിച്ചിട്ട് ട്രാക്കർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഒരു ട്രാക്കറിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ ട്രാക്കർ ആരാണ്, ഇത് എൻ്റെ കൈയാണ്. അപ്പോൾ ഈ ട്രാക്കറിനെ ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റെ കൈയിൻ്റെ അടി ട്രാക്കറിൻ്റെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുക്കുക.
സൂം ചെയ്യണമെങ്കിൽ കമാൻഡ് ഞെക്കി പിടിച്ച് സൂം ചെയ്യാം കേട്ടോ. ഓക്കെ, ട്രാക്കറിൻ്റെ പോയിന്റ് സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇനി ഞാനൊന്ന് കുറച്ച് ഭാഗം ട്രാക്ക് ചെയ്താൽ മതിയില്ല എനിക്ക്. അപ്പോൾ ഇവിടെ ട്രാക്കറിൻ്റെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ഇൻ്റലി ട്രാക്ക് എന്നാണ് നോക്കുക. അതിൽ അഡാപ്റ്റീവ് മോഡ് ഉണ്ടാവും. അതിന് ബെസ്റ്റ് മാച്ച് കൊടുക്കുക. എന്നിട്ട് ഫോർവേഡ് ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ കൈ താഴേക്ക് കൊണ്ടുവന്നു. അത്രയും മതി അല്ലേ? ഓക്കെ, ഞാൻ അവിടെ സ്റ്റോപ്പും ചെയ്തു. അപ്പോൾ തന്നെ എൻ്റെ കൈൻ്റെ അടിഭാഗം മറഞ്ഞു പോയി. അതുകൊണ്ട് ട്രാക്കിങ്ങും കഴിഞ്ഞു. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ലാസ്റ്റായിട്ട് കണക്ട് ചെയ്തേക്കുന്ന ബോളിൻ്റെ ഒരു നോഡുണ്ട് അല്ലേ? ഈ ബോളിൻ്റെ നോഡിനെ ഇവിടുന്ന് ഒന്ന് ഡിസ്കണക്ട് ചെയ്യുക. എന്നിട്ട് ആ മെർജ് നമുക്ക് ഇനി ആവശ്യമില്ല, അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക. എന്നിട്ട് മറ്റേ ട്രാൻസ്ഫോമിനെ മീഡിയനെ എടുക്കുക, ബോളിൻ്റെ മീഡിയ കേട്ടോ. അതിനെ ബാക്കോട്ടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് ഈ ട്രാക്കിംഗ് പോയിൻ്റ് പച്ച കണക്ടറിലേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാറ്റം ഇവിടെ കാണാൻ പറ്റില്ല. കണ്ടോ, നമ്മുടെ താഴെ കൈ കൊണ്ടുവരുമ്പോൾ ഒന്നും കാണുന്നില്ല, അതേപോലെ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ട്രാക്കിൻ്റെ അകത്ത് തന്നെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ട്രാക്കിംഗ് പോയിൻ്റ് ഉണ്ടല്ലോ, ട്രാക്കേഴ്സ് എന്നുള്ള തൊട്ടപ്പുറത്ത് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഓപ്പറേഷനിൽ നണ്ണായിരിക്കേണ്ട, അത് മാച്ച് മൂവ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കാം, ബോളിൻ്റെ പൊസിഷൻ കുറച്ച് മാറിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഞാൻ കൈ താഴോട്ടാക്കുമ്പോൾ ബോളും താഴോട്ട് വന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് തന്നെ വരിക. ആ ബോളിൻ്റെ ഫസ്റ്റ് പൊസിഷൻ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. ഇത്തിരി മേലോട്ടേക്ക് വെച്ചാൽ മതി. അപ്പോൾ കൈ കണ്ട, ബോൾ ഞാൻ കൈ കൊണ്ട് പിടിക്കുന്നു, ആ സീനിലേക്ക് അമർത്തി വെക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാണോ അത് യൂസ് ചെയ്ത് അതേ മോഡലിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് മോഡ് അവിടെ നഷ്ടപ്പെട്ടു അല്ലേ? അപ്പോൾ അതിന് വരെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നറിയോ? ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇവിടെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റിൽ അതിനൊന്ന് ഡ്രാഗ് ചെയ്ത് ആ ലൈനിലേക്ക് ഒന്ന് കണക്ട് ചെയ്യുക. ട്രാൻസ്ഫോമിന് ശേഷം കേട്ടോ, ട്രാക്കറിൽ എത്തുന്നതിന് മുന്നേ. എന്നിട്ട് അതിൻ്റെ ആൽഫ എന്ന് പറഞ്ഞ നോഡ് കാണാം കേട്ടോ, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ആൽഫ നോഡ് ക്ലിക്ക് ചെയ്യുക. ഇത്തിരി ബാക്കോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഒപ്പാസിറ്റി കുറച്ച് കുറയും. അതേപോലെ സാച്ചുറേഷൻ വേണമെങ്കിൽ ഇത്തിരി കുറയ്ക്കാം. ഞാൻ ആ വലിക്കുന്ന ആ സീന് തൊട്ടിട്ട് എനിക്ക് ബോൾ മതി എന്ന് കരുതുക. ഈ സീനൊക്കെ കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ ബോൾ ഉണ്ടായി വന്നാൽ മതി എന്ന് കരുതുക. അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും നമ്മൾ ട്രാൻസ്ഫോമിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു സീനിൻ്റെ അകത്ത് സൈസ് 0 ആക്കുക. അവിടെ ഒരു കീ ഫ്രെയിം കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ഒന്നുകൂടി ഫാസ്റ്റായിട്ട് പോകണേ. 1 2 ഫ്രെയിം മുന്നോട്ടേക്ക് കൊണ്ടുവരിക. എന്നിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നോക്കിക്കോ, അവിടെ വരെ ആ ബോൾ ഉണ്ടാവില്ല. അപ്പിയർ ആയിട്ട് വന്നു, മാറിക്കട അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ താഴേക്ക് എടുത്തു വെച്ചു. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഇതേപോലെ ഹോളോഗ്രാമിൽ ഇനി എന്തൊക്കെ എഫക്റ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇതേപോലെ ചെയ്ത് പോയാൽ മതി. എന്തെങ്കിലും പുതിയ കണ്ടന്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, ഞാനത് ചെയ്തു തരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതിൽ ചെയ്യാനുള്ള എന്താണെന്ന് അറിയാം, കളർ ഗ്രേഡിംഗ് ആണ്. നേരെ കളർ ഗ്രേഡിങ്ങിൻ്റെ പാനിലേക്ക് പോകാം. ഇവിടുന്ന് ഫ്യൂഷൻ നേരെ കളർ ഗ്രേഡിങ്ങിൻ്റെ പാനിലേക്ക് പോകാം. അവിടെ ലേശം സൈഫൈ കളറുകൾ പോലത്തെ ഏതെങ്കിലും കളറുകളൊക്കെ അപ്ലൈ ചെയ്യുക. കണ്ടോ, ഇങ്ങനത്തെ ചെറിയ കളർ ഗ്രേഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇത്തിരി ഓഫ്സെറ്റ് കുറച്ച് മുന്നോട്ടേക്ക് ഗെയിൻ കുറച്ച് താഴേക്കും മാറ്റി. എവിടെയാണ് പ്രൈമറി വീൽസിൽ കേട്ടോ. കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്തുകൊണ്ടതിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇനി ഇത്തിരി ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇച്ചിരി ഹൈലൈറ്റ് ഇത്തിരി വേണമെങ്കിൽ കുറച്ച് വെക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന്. അതുപോലെ ഷെയ്ഡ് ഇത്തിരി കുറച്ച് വെക്കാം, വേണമെങ്കിൽ കൂട്ടി വെക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എങ്ങനെയാണോ നിങ്ങൾക്ക് ഭംഗിയായിട്ട് തോന്നുന്നത് ആ രീതിയിലൊക്കെ ചെയ്ത് വെക്കുക. നേരെ എഡിറ്റിംഗ് ടാബിൽ വരിക. എന്നിട്ട് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യുക കേട്ടോ. ഈ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് ടോപ്പിലൊരു 100ഉം താഴെ ഒരു 100ഉം ക്രോപ്പ് ചെയ്ത് വെക്കാം. വേണമെങ്കിൽ കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. നിങ്ങൾക്ക് ഫിലിം ലുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിൽ ഇന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്കൊരു അടിപൊളി മ്യൂസിക്, എപ്പിക് മ്യൂസിക്, അതായത് ഈ സംഭവം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മ്യൂസിക് ക്ലിങ് ഉള്ള മ്യൂസിക് അല്ലേ, ക്ലിക്ക് എന്നുള്ള മ്യൂസിക് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. മ്യൂസിക്കിൻ്റെ കാര്യം കൂടി ഇതിൽ പറഞ്ഞ് ലെങ്തി ആക്കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്യാനുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയും ഫേസ്ബുക്ക് ഐഡിയും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വെബ്സൈറ്റ് പേജും കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫോളോ ചെയ്തു 1 by 1 ആയിട്ട് ഓരോ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.